ഈ വീഡിയോ വീര ബാജി പ്രഭു ദേശ്പാണ്ഡെയുടെയും പാവൻകിണ്ടിന്റെയും ത്യാഗത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു AI നിർമ്മിത അവതരണമാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങളും ആനിമേഷനുകളും AI നിർമ്മിച്ചതാണ്. ഇത് 100% ചരിത്രപരമായ കൃത്യതയ്ക്ക് തുല്യമാകണമെന്നില്ല. ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് സ്വരാജ്യത്തിന്റെ മഹത്തായ ആ ചരിത്രം സ്മരിക്കുക എന്നതാണ്. ഛത്രപതി ശിവാജി മഹാരാജന് ജയ്, വീര ബാജി പ്രഭുവിന് ജയ്, പാവൻകിണ്ടിലെ ആ 300 അമര രക്തസാക്ഷി മറാഠ വൗളുകൾക്ക് ജയ്. ഇന്ത്യൻ ട്രഡീഷണൽ സ്റ്റോറീസ് വിത്ത് AI സ്വാഗതം. വെറും 300 മറാഠികൾ വേഴ്സസ് 10,000 ശത്രുക്കൾ. രക്തത്താൽ ചരിത്രമെഴുതപ്പെട്ട രാത്രി. ആഷാഢമാസത്തിലെ ആ കറുത്ത രാത്രി അതീവ ഭയാനകമായിരുന്നു. ആകാശത്ത് നിന്ന് വീഴുന്നത് വെള്ളമായിരുന്നില്ല, മറിച്ച് അഗ്നി വർഷിക്കുകയാണെന്ന് തോന്നിപ്പിച്ചു. സഹ്യാദ്രിയിലെ ഉയർന്ന മലനിരകൾ കുതിരക്കുളം പടികളാൽ വിറകൊള്ളുകയായിരുന്നു. 1660 ജൂലൈ 13 സുവർണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ ദിവസം. മറാഠ ചരിത്രം ഇന്ന് മഷി കൊണ്ടല്ല, വീരരക്തം കൊണ്ടാണ് എഴുതപ്പെടേണ്ടിയിരുന്നത്. പൻഹാല കോട്ടയിൽ നിന്ന് ശിവാജി മഹാരാജ് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം വിശാൽഗഡിലേക്ക് അതിവേഗം കുതിക്കുകയായിരുന്നു. മരണം നിഴൽ പോലെ മഹാരാജാവിനെ പിന്തുടരുകയായിരുന്നു. ശത്രു സൈന്യം അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ തിരഞ്ഞുകൊണ്ട് വേഗത്തിൽ മുന്നേറുകയായിരുന്നു. ആദിൽ ഷാഹി സേനാപതി സിദ്ദി മസൂദ് രക്തദാഹിയായിരുന്നു. അവൻ തന്റെ ക്രൂരരായ 10,000 സൈന്യവുമായി മറാഠികളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ കൈകളിൽ ഉറയില്ലാത്ത വാളുകൾ തിളങ്ങുകയായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ വെറുപ്പും മറാത്തക്കാരെ തുടച്ചു നീക്കാനുള്ള ഭ്രാന്തും നിറഞ്ഞിരുന്നു. മഴത്തുള്ളികൾ ശരീരത്തിൽ ഒരു ചാട്ടവാറടി പോലെ പതിക്കുകയായിരുന്നു. ചെളിയിലും കനത്ത ഇരുട്ടിലും ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. സഹ്യാദ്രിയിലെ കാടുകളിൽ വഴി കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു. എങ്കിലും സ്വരാജ്യം എന്ന സ്വപ്നം മറാത്തക്കാരുടെ കണ്ണുകളിൽ ഒരു പന്തമായി ജ്വലിച്ചുകൊണ്ടിരുന്നു. ശിവാജി മഹാരാജാവും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഒരു പിടി അനുയായികളും മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവർ ഗോഡ്ഖിൻഡ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ ഇടുങ്ങിയ ഒരു മലയിടുക്കിന് സമീപമെത്തി. ആ താഴ്വരയിലെത്തിയതോടെ സ്ഥിതിഗതികൾ തികച്ചും വ്യക്തമായി കഴിഞ്ഞിരുന്നു. ശത്രു വളരെ അടുത്തു കഴിഞ്ഞിരുന്നു. വിശാൽഗഡ് അപ്പോഴും മൈലുകൾ അകലെയായിരുന്നു. പ്രതിസന്ധിയുടെ കാർമേഘങ്ങൾ കനത്തതായിരുന്നു. എല്ലാവരും ഒന്നിച്ചു നീങ്ങിയിരുന്നെങ്കിൽ പിടിക്കപ്പെടുമായിരുന്നു. അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ശത്രുക്കളുടെ കൈകളാൽ തീർച്ചയായും കൊല്ലപ്പെടുമായിരുന്നു. അപ്പോൾ ആ കനത്ത ഇരുട്ടിനും ഇടിമിന്നലിനുമിടയിൽ ഒരു മുഴക്കമുയർന്നു. പാറ പോലെ ഉറച്ച ശബ്ദമുള്ള ബാജി പ്രഭുവിൻ്റേതായിരുന്നു ആ മുഴക്കം. ബാജി പ്രഭു ദേശ്പാണ്ഡെ മുന്നോട്ട് വന്ന് തൻ്റെ രാജാവിൻ്റെ കൈ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആത്മബലിയുടെയും വീര്യത്തിൻ്റെയും കനലുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ബാജി പ്രഭു ദൃഢതയോടെ പറഞ്ഞു, രാജേ, അങ്ങിനി മുന്നോട്ടു പോകൂ. ഇന്ന് ലക്ഷങ്ങൾ മരിച്ചാലും സാരമില്ല, എന്നാൽ ലക്ഷങ്ങളുടെ പരിപാലകൻ മരിക്കരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പർവ്വതങ്ങളെപ്പോലും നമ്രശിരസ്കരാക്കാൻ പോന്ന ശക്തിയുണ്ടായിരുന്നു. സുരക്ഷിതനായി വിശാൽഗഡിലേക്ക് തിരിക്കണമെന്ന് അദ്ദേഹം മഹാരാജാവിനോട് അപേക്ഷിച്ചു. ബാജി പറഞ്ഞു, രാജേ, അങ്ങ് കോട്ടയിലെത്തി വിജയപീരങ്കികൾ മുഴക്കുന്നതുവരെ ഞാൻ ഈ ചുരം തടഞ്ഞു നിർത്തും. ശിവാജി മഹാരാജിന്റെ ആർദ്രമായ ഹൃദയത്തിന് ഇത് അംഗീകരിക്കാനാവുമായിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട പോരാളിയെ മരണത്തിൻ്റെ വായിലേക്ക് അദ്ദേഹം എങ്ങനെ വിട്ടുകൊടുക്കും? എന്നാൽ സ്വരാജ്യമെന്ന സ്വപ്നം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വികാരങ്ങളെക്കാൾ വലുതായിരുന്നു. ഭാരമേറിയ ഹൃദയത്തോടും ഈറനണിഞ്ഞ മിഴികളോടും കൂടി മഹാരാജ് ബാജിയെ ആലിംഗനം ചെയ്തു. വിശാൽഗഡിലെത്തിയ ഉടൻ പീരങ്കികൾ മുഴങ്ങുമെന്ന് തീരുമാനമായി. ആ ശബ്ദം കേട്ടാൽ മാത്രമേ ബാജി പ്രഭു തൻ്റെ സ്ഥാനം വിട്ട് പിൻവാങ്ങുകയുള്ളൂ. മഹാരാജ് തൻ്റെ ഏതാനും അംഗരക്ഷകർക്കൊപ്പം മുന്നോട്ടു നീങ്ങി. പിന്നിൽ അവശേഷിച്ചത് വെറും 300 സാഹസികരും നിർഭയരുമായ മറാത്ത മാവളെ പോരാളികൾ മാത്രമായിരുന്നു. ആ 300 സിംഹങ്ങൾക്കും അറിയാമായിരുന്നു ഇന്നത്തെ രാത്രി തങ്ങളുടെ അവസാന രാത്രിയായിരിക്കുമെന്ന്. എങ്കിലും തങ്ങളുടെ ആത്മബലി ചരിത്രത്തിൽ അനശ്വരമാകുമെന്നതിൽ അവർ അഭിമാനിച്ചു. ബാജി പ്രഭു തൻ്റെ ഇരു കൈകളിലും ഭാരമേറിയ വാളുകൾ മുറുക്കി പിടിച്ചു. അവ ഇപ്പോൾ കാലന്റെ രൂപം കൈക്കൊണ്ടിരുന്നു. ബാജി പ്രഭു ഘോഡ്ഖിൻഡിന്റെ ആ ഇടുങ്ങിയ കവാടത്തിൽ ഒരു പാറ പോലെ ഉറച്ചുനിന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസത്തിലും തൻ്റെ രാജാവിൻ്റെ സുരക്ഷയ്ക്കായുള്ള ദൃഢനിശ്ചയം മാത്രമായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സിദ്ദി മസൂദിന്റെ കൂറ്റൻ സൈന്യം അവിടെ എത്തിച്ചേർന്നു. ആയിരക്കണക്കിന് സൈനികരുടെ ആ മഹാപ്രവാഹം
ആ ചെറിയ താഴ്വരയെ വിഴുങ്ങാൻ വന്നതായിരുന്നു. ശത്രു ആ ചുരത്തിലേക്ക് കാലെടുത്ത് വച്ചയുടൻ ഒരു ജയഘോഷം മുഴങ്ങി. ഹര ഹര മഹാദേവ എന്ന നാദത്താൽ പ്രപഞ്ചമൊന്നാകെ വിറകൊള്ളുന്നതായി തോന്നി. മറാഠ മാവളമാർ വിശന്ന സിംഹങ്ങളെപ്പോലെ ശത്രു സൈന്യത്തിനുമേൽ ചാടി വീണു. അവരുടെ ശൗര്യത്തിനു മുന്നിൽ ശത്രുവിന്റെ വൻ പട പോലും ചെറുതായിപ്പോയി. താഴ്വര അത്രമേൽ ഇടുങ്ങിയതായിരുന്നു. അതിനാൽ ഒരു സമയം ചുരുക്കം ചില സൈനികർക്ക് മാത്രമേ അതിലൂടെ പ്രവേശിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ബാജി പ്രഭു ഈ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. ബാജി പ്രഭുവിന്റെ വാളുകൾ മിന്നൽ വേഗത്തിൽ വായുവിൽ ചുഴലുകയായിരുന്നു. അടുത്തുവരാൻ തുനിയുന്നവന്റെയെല്ലാം തല ഉടലിൽ നിന്ന് അറ്റുവീഴുകയായിരുന്നു. മഴവെള്ളത്തോടൊപ്പം ഇപ്പോൾ മണ്ണിൽ ചുവന്ന രക്തമൊഴുകാൻ തുടങ്ങിയിരുന്നു. ആ ഇടുങ്ങിയ വഴി ഇപ്പോൾ ഒരു ഭീകരമായ യുദ്ധക്കളമായി മാറിയിരുന്നു. ഒരു വശത്ത് 10,000 പേരുടെ സൈന്യം, മറുഭാഗത്ത് വെറും 300 വീരന്മാർ. എന്നാൽ ബാജി പ്രഭുവിൽ സാക്ഷാൽ മഹാകാലന്റെ രൂപമാണ് ദൃശ്യമായിരുന്നത്. മണിക്കൂറുകൾ കടന്നുപോയി. രാത്രിയുടെ ഇരുൾ കൂടുതൽ കനത്തുവന്നു. മറാത്തക്കാരുടെ ഈ പ്രചണ്ഡമായ പ്രതിരോധത്താൽ സിദ്ധി മസൂദ് സമനില തെറ്റി ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. ശത്രുസേനാപതിക്ക് ഇവർ മനുഷ്യരാണോ അതോ മാലാഖമാരാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയേറെ അപാരമായ കരുത്ത് എങ്ങനെയുണ്ടാകാനാണ്? മറാഠ സൈനികർ ഓരോരുത്തരായി വീരമൃത്യു വരിക്കാൻ തുടങ്ങി. അവരുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. എങ്കിലും അവരുടെ ധീരത ഹിമാലയത്തെക്കാളും ഉയർന്നതായിരുന്നു. ബാജി പ്രഭുവിന്റെ കൂറ്റൻ ശരീരം എണ്ണമറ്റ മുറിവുകളാൽ അരിപ്പ പോലെ തുളയ്ക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒരു വെള്ളച്ചാട്ടം പോലെ ചീറ്റിയൊഴുകുകയായിരുന്നു. ഭയാനകമായ പരിക്കുകളേറ്റിട്ടും അവർ തന്റെ സ്ഥാനത്ത് നിന്ന് 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. സാക്ഷാൽ മരണം പോലും അവരെ ഭയപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ തളരുകയായിരുന്നു. ശ്വാസം കിതച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും ആ ആത്മാവ് ഒരു സവിശേഷ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം ഉടക്കി നിൽക്കുകയായിരുന്നു. അവർ വിശാൽഘഡിൽ നിന്നുള്ള ആ പീരങ്കികളുടെ മുഴക്കത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ആ ശബ്ദം മാത്രമായിരുന്നു അവരുടെ ദൗത്യം പൂർത്തിയായതിന്റെ ഏക അടയാളം. ഓരോ പുതിയ മുറിവിനോടൊപ്പവും ബാജി പ്രഭു കൂടുതൽ രൗദ്രനായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വീര്യം കണ്ട് ശത്രുക്കൾ പിന്തിരിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങുകയായിരുന്നു. എങ്കിലും ആ നിശ്ചയദാർഢ്യം അചഞ്ചലമായിരുന്നു. പീരങ്കി മുഴങ്ങുന്നതുവരെ താൻ വീഴില്ലെന്ന് അദ്ദേഹം സ്വയം പ്രതിജ്ഞ ചെയ്തിരുന്നു. ബാജിയുടെ ഈ അത്ഭുതകരമായ വീരത്വം കണ്ട് ശത്രു സൈനികർ സ്തബ്ധരായി. ഇന്നുവരെ അവർ ഇത്തരയൊരു പരാക്രമം കണ്ടിരുന്നില്ല. പതുക്കെ പതുക്കെ പ്രഭാതമായി തുടങ്ങി. ആകാശത്തിന്റെ നിറം മാറിത്തുടങ്ങി. ബാജി പ്രഭു ഇപ്പോൾ തന്റെ അജയ്യമായ ഇച്ഛാശക്തിയുടെ കരത്തിൽ മാത്രമാണ് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ദൂരെ ഉയർന്ന മലനിരകളിൽ നിന്ന് ഒരു മുഴക്കം കേട്ടു. ധഡാം ധഡാം ധഡാം. വിശാൽഗഡിൽ നിന്നുള്ള പീരങ്കികളുടെ രാജകീയ ഗർജനമായിരുന്നു അത്. ഈ പീരങ്കികളുടെ ശബ്ദം ഒരു പവിത്രമായ സന്ദേശവുമായാണ് വന്നത്. ഛത്രപതി ശിവാജി മഹാരാജ് സുരക്ഷിതമായി തന്റെ കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതായിരുന്നു ആ സന്ദേശം. ആ ശബ്ദം കേട്ട മാത്രയിൽ ബാജിയുടെ മുഖത്ത് ദിവ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. രക്തം പുരണ്ട അദ്ദേഹത്തിന്റെ മുഖത്ത് അപൂർവമായൊരു ശാന്തത പ്രകടമായിരുന്നു. വിറയിക്കുന്ന കൈകളോടെ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി. അദ്ദേഹം പറഞ്ഞു, "എന്റെ ദൗത്യം പൂർത്തിയായി രാജേ. ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം." 10,000 പേരടങ്ങുന്ന സൈന്യത്തിന് പോലും വീഴ്ത്താൻ കഴിയാതിരുന്ന ആ പോരാളി തന്റെ രാജാവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള വാർത്ത കേട്ട് സംതൃപ്തിയോടെ ഭൂമിയിൽ വീണു. ബാജി പ്രഭു ദേശ്പാണ്ഡെ മാതൃഭൂമിയുടെ മടിത്തട്ടിൽ അന്ത്യശ്വാസം വലിച്ചു. ഘോട്ട്കിണ്ടിലെ ആ മണ്ണ് ഇന്ന് അത്യന്തം പവിത്രമായ ഒരു രക്തത്തെയാണ് ഏറ്റുവാങ്ങിയത്. അന്നു മുതൽ ആ ചരിത്രപ്രസിദ്ധമായ താഴ്വരയുടെ പേര് എന്നേക്കുമായി മാറി. ബാജിയുടെ രക്തത്താൽ നനഞ്ഞതിനാൽ അത് പാവൻഖിണ്ട് എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. ബാജി പ്രഭുവിൻ്റെയും ആ 300 മറാത്ത സൈനികരുടെയും ആ ത്യാഗം അമരമായി. അവരുടെ കഥ ഇന്നും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ആവേശം നിറയ്ക്കുന്നു. ഈ ഗാഥ നമ്മെ പഠിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യം പാറ പോലെ ഉറച്ചതാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കളുടെ വൻ സൈന്യത്തിന് പോലും ഒരു പ്രസക്തിയുമില്ല എന്നാണ്. ചരിത്രം സാക്ഷിയാണ്. ആ രാത്രിയിൽ പരാജയപ്പെട്ടിട്ടും മറാത്തക്കാർ വിജയിച്ചു. ആയിരക്കണക്കിന് അംഗബലമുണ്ടായിട്ടും ശത്രു ദയനീയമായി പരാജയപ്പെട്ടു.
പാവൻഖിണ്ടിലെ ആ രാത്രി വീര്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി മാറി. സ്വരാജ്യത്തിൻ്റെ ആകാശത്ത് ബാജിപ്രഭുവിൻ്റെ നാമം ധ്രുവനക്ഷത്രത്തെ പോലെ തിളങ്ങുന്നു. ഇന്നും സഹ്യാദ്രിയിൽ മഴ പെയ്യുമ്പോൾ കാറ്റുകൾ പാടാറുണ്ട്. മരണത്തെപ്പോലും കാത്തിരിപ്പിച്ച ആ വീരന്റെ കഥയാണ് അവ പറയുന്നത്. ശിവാജി മഹാരാജിന്റെ ആ 300 മാവലകൾ വെറും സൈനികർ മാത്രമായിരുന്നില്ല. ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സ്വരാജ്യത്തിന്റെ അടിസ്ഥാന ശിലകളായിരുന്നു അവർ. സിദ്ധി മസൂദിന്റെ സൈന്യം ആ ഇടുങ്ങിയ പാതയിൽ നിസ്സഹായരായി നിന്നുപോയി. ഒരു ചെറിയ സംഘം ആ വൻ സൈന്യത്തിന്റെ അഹങ്കാരത്തെ മണ്ണടിപ്പിച്ചു. ബാജിപ്രഭുവിന്റെ ദണ്ഡപ്പട്ടയുടെ തിളക്കം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ആ തിളക്കം സ്വാഭിമാനത്തിന്റെയും രാഷ്ട്രരക്ഷയ്ക്കായുള്ള അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ്. വിശാൽഗഡിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മഹാരാജാവ് എന്ത് ചിന്തിച്ചിട്ടുണ്ടാകും? തനിക്കു വേണ്ടി ജീവൻ ബലി കഴിച്ച ആ സഹോദരനെക്കുറിച്ച്. മറാഠ ചരിത്രത്തിന്റെ ഓരോ താളും ഇത്തരം വീരന്മാരുടെ ബലിദാനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. പാവൻഖിണ്ടിന്റെ ഗാഥ അവയിൽ ഏറ്റവും മഹത്തരവും അഭിമാനകരവുമായി കരുതപ്പെടുന്നു. ഒറ്റയ്ക്കൊരു യോദ്ധാവ് നിന്നിരുന്ന ആ ദൃശ്യമൊന്ന് സങ്കല്പിക്കുക. ആയിരക്കണക്കിന് വാളുകൾക്കിടയിൽ ആ മറാത്ത സിംഹം ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്നു. ബാജി പ്രഭുവിന്റെ ത്യാഗം നമ്മെ കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യജമാനനോടുള്ള വിശ്വസ്തത ജീവനേക്കാൾ വലുതാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്നത്തെ തലമുറ പാവൻഖിണ്ടിന്റെ മണ്ണ് നെറ്റിയിൽ അണിയണം. കാരണം അവിടത്തെ മണ്ണിൽ രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഛത്രപതി ശിവാജി മഹാരാജ് ബാജിക്ക് വീരരത്നം എന്ന പദവി നൽകി. നൂറ്റാണ്ടുകളോളം തിളക്കം മങ്ങാത്ത ആ രത്നം, സുഹൃത്തുക്കളെ, പാവൻഖിണ്ട് വെറുമൊരു സ്ഥലമല്ല, മറിച്ച് അതൊരു പുണ്യതീർത്ഥമായി മാറിയിരിക്കുന്നു. ഭക്തിയുടെയും ശക്തിയുടെയും അപൂർവവും പവിത്രവുമായ ഒരു സംഗമമാണ് അവിടെ ദർശിക്കാനാകുന്നത്. ആ രാത്രിയിൽ ബാജിയുടെ മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അലങ്കാരങ്ങളായി മാറി. ഓരോ മുറിവും സ്വരാജ്യത്തോടുള്ള അചഞ്ചലമായ പ്രേമത്തിന്റെ കഥ പറയുകയായിരുന്നു. പീരങ്കികളുടെ ആ 3 മുഴക്കങ്ങൾ ഇന്നും മലനിരകളിൽ കേൾക്കാം. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സംരക്ഷണത്തിനായി ജാഗ്രത പാലിക്കണമെന്ന് ആ മുഴക്കങ്ങൾ നമ്മോട് പറയുന്നു. ബാജി പ്രഭു ദേശ്പാണ്ഡെയുടെ വീര്യത്തിന് എൻ്റെ ആവർത്തിച്ചുള്ള പ്രണാമങ്ങൾ. അദ്ദേഹത്തെ പോലെയുള്ള പോരാളികൾ നൂറ്റാണ്ടിലൊരിക്കൽ മാത്രമേ ഈ ഭൂമിയിൽ ജനിക്കാറുള്ളൂ. പാവൻഖിണ്ടിലെ മണ്ണ് ഇന്നും ജനങ്ങൾ ഭക്തിപൂർവം ചുംബിക്കുന്നു. അവിടുത്തെ കാറ്റിൽ ഇന്നും ഹരഹര മഹാദേവ എന്ന മാറ്റൊലി അനുഭവപ്പെടാറുണ്ട്. മറാഠ വീരന്മാരുടെ ആ അച്ചടക്കവും ധൈര്യവും അതുല്യമായിരുന്നു. മരണം വരെ പിന്തിരിയാതിരിക്കുന്നതാണ് യഥാർത്ഥ വീര്യമെന്ന് അവർ തെളിയിച്ചു. സിദ്ധി മസൂദിന്റെ കൂറ്റൻ സൈന്യം ആ രാത്രി പരാജയമേറ്റുവാങ്ങി. ആ ധീരതയുടെ മഹാസമുദ്രം കടക്കുക എന്നത് അവരുടെ കഴിവിനും അപ്പുറമായിരുന്നു. ബാജി പ്രഭുവിനെ പോലെയുള്ള പൂർവികരെ ലഭിച്ചതിൽ നാം അനുഗ്രഹീതരാണ്. അദ്ദേഹത്തിന്റെ വീരഗാഥ ഏതു പ്രതിസന്ധിയിലും പോരാടാനുള്ള കരുത്ത് നമുക്ക് നൽകുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഈ ശബ്ദം എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. പീരങ്കി ഗർജിക്കുന്നതുവരെ ബാജി വീഴില്ല. ഇതൊരു അമരവാക്യമാണ്. ഛത്രപതി ശിവാജി മഹാരാജിന് ജയ്, വീരബാജി പ്രഭുവിന് ജയ്. പാവൻഖിണ്ടിലെ ആ 300 അമര രക്തസാക്ഷികളായ മറാഠ മാവളന്മാർക്ക് ജയ്. ഈ കഥ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ ഈ വികാരത്തെ ലൈക്ക് രൂപത്തിൽ തീർച്ചയായും പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിലൂടെ നിങ്ങൾ ഞങ്ങളുടെ ഈ കഥാകുടുംബത്തിന്റെ ഭാഗമാകും.